വീണ്ടും വന്നിരിക്കുകയാണ് ഐസ് ദ ഹൊറർ ഗെയിമായിട്ട്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ 1 അത് ചാപ്റ്റർ 2 ചാർലി ദ ഹോസ്പിറ്റൽ വാർഡൻ. ഇതിൻ്റെ ലെവൽ നമ്മൾ ഹാർഡിലേക്കാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 30 മണി ബാഗ്സ് വേണം കളക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു ഗെയിമിൽ ചില പ്രത്യേകത ഉണ്ട്. ആസ് മാൻഷൻ പോലെ തന്നെ 3 ഫ്ലോറൊക്കെ ഉള്ളത്, താഴെയും മുകളിലൊക്കെ ഓരോ ഫ്ലോറൊക്കെ ഉണ്ട്. ബട്ട് ഈ പ്രേതത്തിന് ടെലിപോർട്ട് ചെയ്ത് വരാൻ പറ്റും. അതായത് നമ്മളെ മാൻഷനിൽ ഉണ്ടായിരുന്ന പാവം പിടിച്ച തല മാത്രമുള്ള പ്രേതത്തിന് സ്റ്റെപ്പ് കയറി കഷ്ടപ്പെടണമായിരുന്നു നമ്മളെ പിടിക്കാനായിട്ട്. പക്ഷേ ഇവിടെയുള്ള പ്രേതം ചാർലി, ആൾക്ക് ടെലിപോർട്ട് ചെയ്ത് വരാൻ പറ്റും. കാരണം ആളുടെ കുറച്ച് ഫോട്ടോസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല പല പോസുകളിൽ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയിലൂടെ ആൾക്ക് ടെലിപോർട്ട് ചെയ്ത് ഇപ്പോൾ ഏറ്റവും താഴെ നിൽക്കുന്ന വെച്ചാൽ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഉള്ള ഫ്രെയിമിലൂടെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ റെഡും അതേപോലെ തന്നെ ഗ്രീനും കളറിലെ ബോട്ടിൽ മാജിക് പോഷൻ വെച്ചിട്ടുണ്ട്. ഇത് ഓരോ കോമ്പിനേഷൻ നമ്മൾ എടുത്ത് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സൂപ്പർ പവേഴ്സ് കിട്ടും. ഈ ബാത്റൂമിൽ വരച്ച് വെച്ചിരിക്കുന്നത് 2 പച്ച ബോട്ടിൽ എടുത്ത് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 ഐസ് കിട്ടുമെന്നാണ്. ഈ ഐസ് എന്ന് പറയുന്നത് ഞാൻ കാണിക്കുന്ന സ്ക്രീനിലെ ലെഫ്റ്റ് സൈഡിൽ മിഡിലായിട്ട് കണ്ടില്ലേ, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഗോസ്റ്റിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, നമുക്കിനി ഇത് നേരെ മുന്നോട്ട് പോകാം. ഇവിടെ നിന്ന് ഒന്നുമില്ല, അത് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ റൂമിൽ കയറിയതാണ്. ഇവിടെ പച്ച ബോട്ടിലിരിക്കും, നമ്മൾ എടുത്ത് കുടിക്കാം. ഓക്കെ, ഞാനെടുത്ത് കുടിച്ചു. ഇനി ഒരെണ്ണം കൂടി എടുത്ത് കുടിച്ചപ്പോൾ എനിക്കിത് 5 ഐസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അത് യൂസ് ചെയ്യാൻ പറ്റും. എവിടെയാണ് അത് നിൽക്കുന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് വഴിയിൽ ഗ്രീനും അതേപോലെ തന്നെ റെഡൊക്കെ വെച്ചിട്ടുണ്ട്. എവിടെ നിന്നും വരുന്നത് വേറെ റൂമിൽ കയറാം. ഓക്കെ, ഈ ഷെൽഫൊക്കെ എടുത്ത് തുറന്ന് നോക്കാം, അതിനുള്ളിൽ മണി ബാഗ്സ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, പിന്നെ അതല്ലാണ്ട് പുറത്ത് ചുമരിൽ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെ റെഡ് കളറിൽ ഇങ്ങനെ കണ്ണുപോലെ വരച്ച് വെച്ചിട്ടുണ്ടാവും. അതും നമുക്ക് കളക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ചുമരിൽ തന്നെ കൊടുത്തിട്ടുണ്ട് റെഡും ഗ്രീനും കുടിച്ചു കഴിഞ്ഞാൽ ഓർഡറിൽ ആദ്യം റെഡ്, രണ്ടാമത് ഗ്രീന് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 മിനിറ്റോളം ഇൻവിസിബിലിറ്റി കിട്ടുമെന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, റെഡും ഗ്രീനും കുടിക്കണം. അപ്പോൾ റെഡ് ഗ്രീനും കുടിച്ചിട്ട് വേണം താഴേക്ക് പോകാനായിട്ട്. കാരണം താഴെ പോകണമെന്നുണ്ടെങ്കിൽ ഇൻവിസിബിലിറ്റി മസ്റ്റാണ്. കാരണം താഴെ അങ്ങനെ ഒളിച്ച് നിൽക്കാൻ ഇതേപോലെ റൂമുകളൊന്നുമില്ല. താഴെ ഒരു ബാത്ത് ഏരിയ അതേപോലെ തന്നെ മോർച്ചറിയാണ് ഉള്ളത്. അപ്പോൾ ആകെ കയറി നിൽക്കാൻ പറ്റുന്ന മോർച്ചറിയാണ്, വേറെ സ്പേസോ കാര്യങ്ങളൊന്നുമില്ല. അതേ റെഡ് ഞാൻ എടുത്ത് കുടിച്ചു, എനിക്ക് തല കറങ്ങുന്നുണ്ട്. ഇനി നേരെ ഗ്രീൻ എടുത്ത് കുടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻവിസിബിളായി. ഇനി നമുക്ക് പതുക്കെ താഴേക്ക് പോവാം. ഇത് കണ്ട സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ ഫ്രെയിം കണ്ടില്ല, ഫോട്ടോ ഫ്രെയിം. ഇത് കൂടെയാണ് ഇറങ്ങി വരിക, അത് കൂടി കയറിപ്പോവും, ഇറങ്ങി വരും, പലതും കാണാം. ഇനി ഈ പ്രേതം ഒരു ട്രാൻസ്പാരൻറ്റ് പ്രേതം കേട്ടോ. നമ്മുടെ മാൻഷനിലുള്ള തല മാത്രമുള്ള പ്രേതത്തിൻ്റെ അത്ര പേടിപ്പിക്കലൊന്നും ഇതില്ല. വന്ന് പിടിക്കുമ്പോൾ അത്ര വലിയ പേടിപ്പിക്കലൊന്നും നമുക്ക് തോന്നില്ല. ഓക്കെ, ഇവിടെ ഒരു റെഡ് ബോട്ടിൽ ഇരിക്കുന്നുണ്ട്, ഗ്രീന് ഇവിടെ ഒരു ഗ്രീൻ ഇരിക്കുന്നുണ്ട്. ഈ മുകളിൽ കാണുന്ന ടൈമർ, അതായത് ഇനിയിപ്പോൾ 29 സെക്കൻഡേ ഉള്ളൂ. അത് അവസാനിച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വിസിബിൾ ആവും. അപ്പോൾ അത് അവസാനിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ വീണ്ടും ഞാൻ കണ്ടോ പോകണുണ്ടോ, ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ആൾ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ വേഗം എന്ത് ചെയ്യണം, വീണ്ടും രണ്ടാമതും ഇൻവിസിബിൾ ആവാൻ ഉള്ള വഴി നോക്കണം. ഓക്കെ, വീണ്ടും ഞാൻ റെഡ് കുടിച്ചു, തല ഇറങ്ങി. ഞാൻ നേരെ ഗ്രീൻ ബോട്ടിലെടുത്ത് കുടിച്ചു. നമ്മളിത് വീണ്ടും ഇൻവിസിബിൾ ആവണമെങ്കിൽ 1 മിനിറ്റ് നേരം ടൈമുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ നോക്കാം മണി ബാഗ്സ് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, സൈഡിലൊക്കെ ഉണ്ടാവും, ഇതിൻ്റെ താഴെ ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ടാവും, ഇവിടെയൊക്കെ ഉണ്ടാവണം. ഞാൻ പാസ് ചെയ്ത് പോകുന്നതാണ് മോർച്ചറി റൂമിലൂടെ സൈഡിലൂടെയൊക്കെയാണ് ഞാൻ പാസ് ചെയ്ത് പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരെണ്ണം ഉണ്ടാവും, ചിലപ്പോൾ അതിലും ഉണ്ടാവില്ല. നമുക്കത് ലാസ്റ്റ് ടൈം പോലെ എടുത്ത് നോക്കാം. ഓക്കെ, ഇനി ഇവിടെ ഒരു റെഡ് ബോട്ടിലുണ്ട്. ഇനി ഇവിടെ എവിടെയെങ്കിലും ഗ്രീൻ ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ഇവിടെ ഒരു ഗ്രീൻ ഇരിപ്പുണ്ട്, കണ്ടോ ആ ഫോട്ടോ ഫ്രെയിമിലൂടെ ഞാൻ പറഞ്ഞില്ലേ ഇതേ വരുന്നൊന്ന്. ഇങ്ങനെയാണത് പാസ് ചെയ്ത് വരുന്നത്. സ്റ്റെപ്പ് കയറി അധികം ബുദ്ധിമുട്ടില്ല, വയസ്സായ പ്രേതമല്ലേ. അപ്പോൾ പിന്നെ ഫോട്ടോയിലൂടെ ടെലിപോർട്ട് ചെയ്ത് വരാമെന്ന് വെച്ചിട്ടാവും. ഇനി ഇവിടെ അവിടെ ഒരു ഗ്രീൻ ബോട്ടിൽ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു റെഡ് എടുത്ത് കുടിച്ചേ, കാരണം അത് 15-14 സെക്കൻഡേ ഉള്ളൂ. ഓക്കെ, ഗ്രീനിൽ എത്തുള്ളല്ലോ, ഗ്രീനിലേക്ക് എത്തണില്ല. അയ്യോ വരുന്നുണ്ട് ഇവിടുന്ന്. ഓക്കെ, ഗ്രീൻ എടുത്ത് കുടിച്ചു. ഇനി നമുക്ക് ചുറ്റും നോക്കാം. അതിവിടെ ഒരു ഐസ് ഇരിക്കുന്നത് എടുക്കാം. ഓക്കെ, അതെടുത്തു. ഇപ്പം നമ്മുടെ ടോട്ടൽ 10 ഐസ് ഉണ്ട്. 13 ബാഗ്സേ കിട്ടിയിട്ടുള്ളൂ. ഇനിയും കിടക്കുകയാണ്, ഇനി മുകളിലൊക്കെ പോയിട്ട് വേണം എടുക്കാനായിട്ട്. അങ്ങനെ ഓക്കെ, ഇവിടെ ഒന്നും അധികം ഇല്ല എന്ന് വിചാരിക്കണു. ഇവിടെയൊക്കെ നോക്കി. ഓക്കെ, താഴെയൊന്നും കാണാനില്ല. ഇതൊരെണ്ണം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിലും ഒന്നുമില്ല. നമുക്ക് പതുക്കെ എന്നാൽ മുകളിലേക്ക് പോവാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. ഏറ്റവും മുകളിലെന്ന് പറയുമ്പോൾ റൂംസാണുള്ളത്. അത് 2 വലിയ റൂമും ഒരു വാഷ്റൂമാണ് നമുക്കുള്ളത്. പിന്നെ അതേപോലെ വഴിയിൽ ചിലപ്പോൾ 1-2 മണി ബാഗ്സ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. വേഗം കയറി പോകാം, കാരണം നമ്മുടെ ആകെ പാസ് ചെയ്ത് പോയി കണ്ടില്ലേ, 17 സെക്കൻഡേ ഉള്ളൂ.
റൂമിൽ കയറുമ്പോൾ അവിടെയും ഇതേപോലെ ബോട്ടിൽസ് വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ പോർഷൻ മാജിക് പോർഷൻ എന്നാണ് പറയുക. ഓരോ കോമ്പിനേഷനിൽ എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ സൂപ്പർ പവേഴ്സ് കിട്ടുമെന്ന്. അപ്പം നമ്മൾ ചുമപ്പും പച്ചയും എടുത്ത് കുടിച്ചപ്പോൾ ഇൻവിസിബിലിറ്റി കിട്ടി. ഇനി നേരെ തിരിച്ചാണെങ്കിൽ പച്ചയും ചുമപ്പുമാണ് എടുത്ത് കുടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് കിട്ടും, ഈ ഓടാനുള്ള സ്പീഡ് കിട്ടും. ഇനി പച്ചയാണെങ്കിൽ 5 ഐസ്, ചുമപ്പുമാണ് എടുത്ത് കുടിക്കണമെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ മണി ബാഗ് ഇരിക്കുന്നുണ്ടോ അത് നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. അതായത് ലൈക്ക് അതിങ്ങനെ ഒരു ഓറഞ്ച് കളറിൽ പലയിടത്തായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, നമ്മളിപ്പോൾ വീണ്ടും ഇൻവിസിബിൾ ആയിരിക്കുകയാണ്. നമ്മൾ നേരെ പോകുന്നു. ഒരു മണി ബാഗ് കൂടി കളക്ട് ചെയ്തു. ചുമരിലൊരു ഐസ് എടുത്തു. നേരെ വീണ്ടും വാഷ്റൂമിലേക്ക് പോവാണ്. വാഷ്റൂമിൽ ഇവിടെ ഒരു 2 മണി ബാഗ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു റെഡ് ബോട്ടിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ പോർഷൻ ഞാൻ കുടിക്കുന്ന ഓർഡർ പറഞ്ഞില്ലേ, ഇത് ഓരോ ഗെയിമിനനുസരിച്ച് ചേഞ്ച് ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ റെഡും ഗ്രീനും കുടിച്ചിട്ടാണ് ഇൻവിസിബിൾ ആയത്. ചിലപ്പോൾ അടുത്ത കളിയിൽ ചിലപ്പോൾ ഗ്രീനും റെഡും ഓർഡറിൽ കുടിച്ചപ്പോഴാവും ചിലപ്പോൾ ഇൻവിസിബിൾ ആവുക. ഓക്കെ, അതിങ്ങനെ കളിക്കനുസരിച്ച് അങ്ങനെ അങ്ങോട്ടും മാറും. ഓക്കെ, അങ്ങനെ ഇപ്പോൾ 13 ഐസ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഐസ് അധികം യൂസ് ചെയ്യേണ്ടി വരുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ ഇൻവിസിബിൾ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നെഞ്ച് പിരിച്ച് പ്രയത്തിന് മുന്നിൽ പോവാം, നമ്മളെ കാണില്ലല്ലോ. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഇവിടെ ഒരു ഐസ് ഉണ്ട്. ഇവിടെ റെഡ് ബോട്ടിലിരിക്കും, ഗ്രീൻ ഉണ്ടാവും ഇവിടെ. ഒരു മണി ബാഗ് എടുത്തു. 26 ഇനി 4 കൂടി വേണം. എനിക്ക് തോന്നുന്നു 4 കൂടി എടുക്കാൻ താഴേക്ക് മിക്കപ്പോഴും പോകേണ്ടി വരും തോന്നുന്നുണ്ട്. റെഡ് എടുത്ത് കുടിച്ചാലും പ്രശ്നം, തല ഇറങ്ങിക്കഴിഞ്ഞാലേ. താഴെ ഉണ്ടത്, താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. താഴെ വഴിയിൽ ഒരു ഗ്രീനും റെഡും ഇരിക്കുന്നുണ്ട്. അപ്പോൾ വേഗം ഓടിപ്പോയിട്ട് വേണമെങ്കിൽ അതെടുത്ത് കുടിക്കാൻ നോക്കട്ടെ. പിടിച്ചാൽ തീർന്നു, അത്രേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ കുടിക്കുക, ഇങ്ങോട്ട് പോവാം. ഓക്കെ, കണ്ടോ ഫോട്ടോ ഒക്കെ വെച്ച് കയ്യിൻ്റെ പോസ്റ്റിൽ ഫോട്ടോ ഒക്കെ വെച്ചിരിക്കുകയാണ് ഇത് കൂടെ ഇറങ്ങി വരാനായിട്ട്. ഓക്കെ 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 ഇവിടെ കാണുന്നില്ലല്ലോ. അയ്യോ, യെസ്, കമോൺ, പിടിച്ചിരിക്കുന്നു ഗൈസ്.